അപ്പോൾ ഗൈസ് ഡെലിവറിയുടെ അന്ന് രാവിലെ പാത്ത് കുളിച്ചു ഒരുങ്ങി ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ കാണാനായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലേബർ റൂമിനകത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ലേബർ റൂമിനകത്തോട്ടൊന്ന് കയറായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോഴേ കയറാം. അവർ തന്നെ വിളിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാത്ത് വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് വിളിച്ച് ചോദിച്ചിട്ടകത്ത് കയറാം. സോ പിന്നീട് പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ പാത്തുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെയിൻ വരാത്തത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. ദെൻ വന്നും പോയും പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരമൊക്കെ നല്ല വേദനയൊക്കെ വന്നു. കൂടെ ഇരുന്ന് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പാത്തുവിന് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം എന്നോട് പറഞ്ഞു പുറത്തോട്ട് വെക്കാൻ പറഞ്ഞു. ബിക്കോസ് വേറെ ഒന്നുമല്ല, പെയിൻ വരാത്തത് കൊണ്ട് തന്നെ സിസേറിയനിലോട്ട് മാറ്റിയത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള ലോങ് വീഡിയോ ഇടുന്നുണ്ട്. മാത്രമല്ല പാത്തു ഒന്ന് റിക്കവർ ആയിട്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. ദെൻ നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്നേരം എന്താ ഒരു സ്ട്രെച്ചറിൽ നമ്മുടെ കുഞ്ഞുവാവേനെ ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ട ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കാമുകളിൽ നിന്ന് ഭർത്താവിലേക്കും ഭർത്താവിൽ നിന്ന് ഒരു അച്ഛനിലേക്കും ആയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെത്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പാത്തു അകത്ത് ലേബർ റൂമിനകത്ത് തന്നെ സെഡേഷനിലാണ്. ഇതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം.